നിങ്ങളുടെ എക്സും നിങ്ങളും തമ്മിൽ ഒരു റീയൂണിയൻ എന്തായാലും നടക്കും. ഇവിടെ നമുക്ക് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ഏസ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഈ റീയൂണിയൻ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ റിലേഷൻ നേരത്തെ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ ഒരുപാട് സ്ട്രോങ് ആയി മാറും. നിങ്ങളുടെ റിലേഷൻ ഇത് ഇനി മുമ്പത്തെ പോലെ ഒരിക്കലും ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പായി മാറില്ല. ഈ വ്യക്തിയുടെ ഇനി നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്. കാരണം നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഒരു ഡെഡിക്കേറ്റഡ് പേഴ്സൺ ആയിട്ടാണ്. നിങ്ങൾ അവരെ നല്ലതുപോലെ ടേക്ക് കെയർ ചെയ്യുമായിരുന്നു. അവരെ ഒരുപാട് പ്രയോറിറ്റൈസ് ചെയ്യാറുണ്ടായിരുന്നു നിങ്ങൾ. അതുപോലെ തന്നെ ആ വ്യക്തിയെ ഒരു കുഞ്ഞു കുട്ടീനെ നോക്കണ പോലെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുമായിരുന്നു. അതായത് ഇപ്പോൾ അവർക്ക് ഫിസിക്കലി വയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യും. അതായത് അവരുടെ ലൈഫ് ഈസി ആക്കാൻ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും. ദാറ്റ് മീൻസ് നിങ്ങളുടെ ലവ്, ടൈം, റിസോഴ്സ് അങ്ങനെ എല്ലാം നിങ്ങൾ അതിനു വേണ്ടി യൂസ് ചെയ്യും. അങ്ങനെ എന്തും ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ പേഴ്സൺ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവരോട് ഇത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിരുന്ന നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്വിച്ച് ഇട്ടതുപോലെ ഓപ്പോസിറ്റായിട്ട് അവരിൽ നിന്ന് വോക്ക് അവേ ചെയ്യാൻ പറ്റിയെന്നാണ്. അവർ നിങ്ങളിൽ നിന്നൊരു ഫൈറ്റെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വളരെ സൈലൻ്റ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ നിന്നും അങ്ങ് ഇറങ്ങിപ്പോയി. ഒരു ഡ്രാമയും കാണിക്കാതെ തന്നെ നിങ്ങളെപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു ഫൈറ്റൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. അതിനവർ റെഡി ആയിരുന്നു. പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ല. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ പല തവണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദിസ് ടൈം നിങ്ങൾ വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് റിയാക്ഷനാണ് കാണിച്ചത്. അതെന്ന് പറഞ്ഞാൽ ശരിക്കും അവരുടെ എന്താ പറയുക, അവർക്കൊരു ഔട്ട് ഓഫ് കാൽക്കുലേഷൻ ആയിപ്പോയി. കാരണം അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു റിയാക്ഷനാണ് ഈ ടൈമിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. 3 ഓഫ് വാൺസ്. എന്തായാലും അവരിപ്പോൾ ചിന്തിക്കണത് ഇതൊരു ഡ്രാമയാണെന്നാണ്. അതായത് നിങ്ങളൊരു ഡ്രാമ കാണിക്കുകയാണെന്നാണ്. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ പോലും ഈ ഡ്രാമയുടെ അവസാനം നിങ്ങൾ തിരിച്ചു വരുമെന്നാണ് അവർ വിചാരിക്കണേ. അവരിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അല്ല നിങ്ങളെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു സൈഡിൽ നോക്കുമ്പോൾ എനിവേ നിങ്ങൾ തിരിച്ചു പോവില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസ് നമുക്ക് കാണാം. അതായത് ചിലപ്പോൾ ആ വ്യക്തി മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം. അങ്ങനെ ആയിരിക്കാം ഇവിടെ തേർഡ് പാർട്ടിയുടെ പ്രസൻസ് വരണത്. പക്ഷേ ഇതിപ്പോൾ കേട്ടിട്ട് നിങ്ങളാരും ജഡ്ജ് ചെയ്യാനൊന്നും നിൽക്കണ്ട കേട്ടോ. കാരണം ഇപ്പം നിങ്ങൾ വേണേൽ ചോദിക്കും അവർ മാരീഡ് ആണ് എന്തുകൊണ്ടാണ് വേറൊരു റിലേഷനിൽ പോയേ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ആളുകൾ ഇപ്പം നമ്മളൊക്കെ നമ്മളുടെ പാസ്റ്റ് ലൈഫിലെ ഒരു പേഴ്സൺ ചിലപ്പോൾ നമ്മളുടെ ഒരു പാർട്ടായിരുന്ന പേഴ്സൺ ആയിരുന്നിരിക്കാം ആ വ്യക്തി. അപ്പം നമ്മുടെ പാസ്റ്റ് ലൈഫിലെ അങ്ങനത്തെ ഒരു പാർട്ട് പേഴ്സണെയോ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിമിനെയോ അതുമല്ല എങ്കിൽ നമ്മളുടെ കാർമിക് പേഴ്സണെയോ ഒക്കെ കണ്ടുമുട്ടുന്ന സമയത്തുണ്ടല്ലോ നമ്മളുടെ ലോജിക് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് പോവും. നമുക്ക് ലോജിക്കൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം നമ്മൾ ആ വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻ അല്ലെങ്കിൽ കണക്റ്റഡ് ആവുകയും ചെയ്യും. അതായത് അതെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാവില്ല, അത് അങ്ങനെ ആയി പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ആരെയും ജഡ്ജ് ചെയ്യാനൊന്നും അവകാശമില്ല. കാരണം അവരുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. എന്ത് തന്നെയാണെങ്കിലും ഇവിടെ എന്താ പറയുക, ഇപ്പോൾ 3 എന്ന് പറയുന്ന നമ്പർ നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പറാണ് കേട്ടോ. എനിവേ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും പക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ തിരികെ പോകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ കണക്ഷൻ ഇപ്പോഴും സ്ട്രോങ് ആണ്. അതാണ് ഏറ്റവും രസമുള്ളൊരു കാര്യം. ഇതൊരു സോൾമേറ്റ് കണക്ഷനോ ട്വിൻ ഫ്ലെയിം കണക്ഷനോ എന്ത് തന്നെയാണെങ്കിലും ഒരു സ്ട്രോങ് കണക്ഷനാണ്. ഒരു റൊമാൻറ്റിക് കണക്ഷൻ മാത്രമാണെന്നില്ല, കാരണം ഇതൊരു കാർമിക് കണക്ഷനും കൂടിയാണ്. ഇനി ഇപ്പം ഇതൊരു ട്വിൻ ഫ്ലെയിം ജേർണിയാന്ന് വെച്ചോ, അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സ്പിരിച്വലി അവേക്കനിങ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എന്ത് തന്നെയാണേലും വാട്ട് എവർ ഇറ്റ് ഈസ് ഇതൊരു അൺഅവോയ്ഡബിൾ കണക്ഷൻ തന്നെ ആയിരുന്നു. പക്ഷേ ഈ പേഴ്സൺ അറിയൂല നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് കണക്റ്റഡ് ആണെന്നുള്ള കാര്യം. നിങ്ങളിപ്പോൾ ശരിക്കും ഒരുപാട് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ദൈവമായിട്ട് വല്ലാതെ കണക്റ്റഡ് ആണ് നിങ്ങളിപ്പോൾ. അതായത്
അങ്ങനത്തെ ഒരു വൈബാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കിപ്പോൾ അങ്ങനത്തെ ഒരു വൈബാണ്. നിങ്ങൾക്ക് ഈ കണക്ഷനിൽ നിന്നും നിങ്ങൾ വാക്ക് അവേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായ പെയിൻ എല്ലാം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് ടേൺ ചെയ്തു. ഒരുപാട് പ്രെയറൊക്കെ ചെയ്ത് ദൈവവുമായിട്ട് നിങ്ങൾ ഒരുപാട് അടുത്തു. അതായത് ഈ ടൈമിൽ നിങ്ങൾ എന്താക്കി, നിങ്ങളുടെ എനർജി ആ പേഴ്സണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം അവിടെ നിന്ന് മാറ്റി നിങ്ങളിത് ദൈവത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ദൈവത്തിലേക്കാണ് നിങ്ങളുടെ എനർജി മുഴുവൻ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരുപാട് കൂടുതൽ അടുക്കാൻ സാധിച്ചു. നിങ്ങളുടെ ആ വേദനയെല്ലാം നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ ആ വ്യക്തി ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ പോയതിൽ അവർ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. എങ്കിലും അവരിപ്പോൾ ഓക്കെ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ പറയുക, അവർ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എന്നാൽ ഫാക്റ്റ് അതല്ല, അവർ ശരിക്കും ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആണ്. അതേപോലെ തന്നെ കുറച്ച് ട്രബിൾസിലുമാണ്. പക്ഷേ അവരെന്തൊക്കെ ചെയ്തിട്ടും അവർ ഓക്കെ ആകുന്നില്ല. അതാണ് വേറൊരു കാര്യം. ഇനിയിപ്പോൾ അവരെന്തൊക്കെ ചെയ്താലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ ഇന്നല്ല എങ്കിലും നാളെ എന്തായാലും തിരിച്ചു വരുന്ന ആണ് അവർ ഉറച്ച് വിശ്വസിക്കുന്നത്. അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനാവില്ല, നിങ്ങൾ കൊളാപ്സായി പോകുമെന്നൊക്കെയാണ് അവർ ശരിക്കും കരുതുന്നത്. ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചതെല്ലാം അവരുടെ കണക്കൂട്ടലിനും അപ്പുറത്തായിപ്പോയി. നിങ്ങളുടെ ആ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അതാണ് അവരെ മൊത്തത്തിൽ തകർത്ത് കളഞ്ഞു, അവരെ ഞെട്ടിച്ച് കളഞ്ഞു. നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ സൈലൻസ് എന്ന് പറയുന്നത് അവർക്ക് ശരിക്കും അവിശ്വസനീയം അല്ലെങ്കിൽ അപ്രതീക്ഷിതമൊക്കെ ആയിപ്പോയി. ശരിക്കും അത് അവർക്കൊരു ഷോക്കായിപ്പോയി. എന്താ പറയുക, അവരിപ്പോഴും കരുതുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് അവരിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് അവരിപ്പോൾ ഉള്ളത്. എന്നാൽ നിങ്ങളുടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയാണ് കൂടുതൽ സ്നേഹം. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ വെൽത്ത്, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ജോബ്, അങ്ങനെ നിങ്ങളിലേക്ക് മാത്രമാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ലൈഫിലേക്ക്, അതായത് നിങ്ങളുടെ സെൽഫിലേക്കാണ് നിങ്ങളിപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവരോട് സ്നേഹം ഉണ്ട്, പക്ഷെ നിങ്ങൾ ആ ഒരു എനർജി ഇപ്പം നിങ്ങളിലേക്ക് തന്നെ കൊടുക്കുകയാണ്. ശരിക്കും നിങ്ങളുടെ ഈ ചേഞ്ച് അവർക്കൊരു ഷോക്കായി ഞാൻ പറഞ്ഞല്ലോ. ബിക്കോസ് അവർ എന്താ പറയണത്, നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒരു നമ്പർ 1 ആകാൻ ആഗ്രഹിക്കുന്ന പേഴ്സൺ ആണത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് വരിക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കത് ഭയങ്കര ഷോക്കാണ്. ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷൻ. ഈ 3 of Swords കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ അവരുടെ റിയൽ അവസ്ഥ. എക്സ്ട്രീംലി ഹാർട്ട് ബ്രോക്കൺ ആണ് അവർ. ബിക്കോസ് നിങ്ങൾ തിരിച്ചു വരുന്നില്ല. ഐ ഡോണ്ട് കെയർ എന്നൊക്കെ അവർ പറയും, ഐ എം ഫൈൻ, ഐ എം സ്ട്രോങ് എന്നൊക്കെ പറയും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു മാസ്കാണ് കേട്ടോ. അവർ ശരിക്കും അങ്ങനെ ഒരു മാസ്ക് വിയർ ചെയ്തിട്ടുണ്ട്. അതാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരതൊക്കെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഒരു ഡ്രാമയാണെന്നാണ് അവർ പറയണേ. എനിക്ക് തോന്നുന്നത് എന്താ പറയണത്, നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പം നിങ്ങളുള്ളത്. ഞാൻ എപ്പോഴും എന്തിനാണ് ഇങ്ങനെ ആ റിലേഷനിലേക്ക് തിരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എന്തിനാണ് അങ്ങനെ സങ്കടപ്പെടുന്നത്, ആ വ്യക്തി കാരണം ഞാൻ എന്തിനാണ് അങ്ങനെ സങ്കടപ്പെടുന്നത്, ഞാൻ എന്തിനാണ് അങ്ങനെ സഫർ ചെയ്യുന്നത് എന്നൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നത്. അതായത് എന്താ പറയുകയാണെങ്കിൽ, അവർക്ക് ഹാപ്പി ആകാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഹാപ്പി ആയിക്കൂടാ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്നത്. അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ ആ ചിന്ത എന്ന് പറയുന്നത് കറക്റ്റാണ്. നിങ്ങൾ മാത്രം എപ്പോഴും വേദനിക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ല. നമുക്കിവിടെ ലവേഴ്സ് കാർഡ് കിട്ടിയിരുന്നല്ലോ നേരത്തെ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും എന്താ പറയണേ, നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിക്ക് ഇപ്പോഴും ഒരു സ്ഥാനം എന്തായാലും ഉണ്ട്. നമുക്ക് കണ്ടോ, നമുക്കിവിടെ ലവേഴ്സ് കാർഡ് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ വ്യക്തിക്ക് ഒരു സ്ഥാനം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ അവരെ ലവ് ചെയ്യുന്നുണ്ട് എന്തായാലും. പക്ഷെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറി. അതായത് ഇപ്പം നിങ്ങൾ എന്താ പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ ലൈഫിലേക്ക് വരാം, പക്ഷെ അത് നിങ്ങൾ കറക്റ്റ് ആയതിനു ശേഷം മാത്രം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്.
എനിക്ക് തോന്നുന്നു എന്തായാലും ഇപ്പോൾ ആ പേഴ്സൺ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഡിപ്രസ്ഡ് ആണ്, ഒരു മോട്ടിവേഷൻ ഇല്ലാതെ എനർജി ലെവലൊക്കെ ലൂസായ അവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത്. കാരണം അവർക്ക് കോർട്ടിസോളിൻ്റെ അളവ് കൂടിയിട്ടുണ്ടാവും. ബിക്കോസ് അവർ നല്ല സ്ട്രെസ്ഡ് ആണ്, ആങ്ഷ്യസ് ആണ്. ശരിക്കും ഈ ആങ്സൈറ്റിയും ഈ സ്ട്രെസ്സും എല്ലാം അവർ സപ്രസ് ചെയ്ത് വെക്കുകയാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇമോഷൻസ് ഒരിക്കലും നമ്മൾ സപ്രസ് ചെയ്യാൻ പാടില്ല, അത് ശരിക്കും പ്രോസസ്സ് ചെയ്യാണ് വേണ്ടത്. ശരിക്കും യൂണിവേഴ്സ് തന്നെ ഈ കാർമിക് സൈക്കിൾ ക്ലോസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമുക്ക് നേരത്തെ 2 ഏസ് ഓഫ് പെൻറ്റിക്കിൾസും ഏസ് ഓഫ് വാൺസും നമുക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് എന്തായാലും ഉണ്ട്. ഇത് രണ്ടും നമുക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് ന്യൂ ബിഗിനിങ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ റീഡിംഗ് ഇപ്പം നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അതും ഈ റിലേഷൻ മുന്നത്തേക്കാൾ ഒരുപാട് ബെറ്റർ ആയിട്ട് പോവുകയും ചെയ്യും. അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെടുന്നതായിരിക്കും. എങ്ങനെ? നിങ്ങൾ അവരിലേക്ക് തിരിച്ചു പോകാതിരുന്നാൽ, നിങ്ങളായിട്ട് അവരിലേക്ക് തിരിച്ചു പോകാതിരുന്നാൽ മാത്രമാണ് ഇതൊക്കെ വർക്കാവുള്ളൂ. അവരായിട്ട് ചേഞ്ച് ആയിട്ട് തിരിച്ചു വരണം. അപ്പോൾ ആക്ച്വലി അത് എന്താ പറയണം, അത് നിങ്ങൾക്ക് ഈ കാർമിക് സൈക്കിൾ ക്ലോസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും കേട്ടോ. നിങ്ങൾ അവരിലേക്ക് തിരിച്ചു പോകണില്ല എങ്കിൽ നിങ്ങൾക്കൊരു കൺഗ്രാറ്റുലേഷൻ ഉണ്ട്. ആളുകൾക്ക് എപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, എന്താ, ഞാനിനി അവരിലേക്ക് തിരിച്ചു പോയില്ല എങ്കിൽ, അവർക്ക് വിളിച്ചില്ല എങ്കിൽ, മെസ്സേജ് ചെയ്തില്ലെങ്കിൽ അവരെന്നെ മറന്നു പോവുമോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. അങ്ങനെ നിങ്ങളെ മറക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരങ്ങ് പോകട്ടെ, അവരൊരിക്കലും നിങ്ങളുടെ അല്ല. അവരെ നിങ്ങൾ പോകാൻ അനുവദിക്കണം. അപ്പം നിങ്ങളെ ട്രൂലി ലവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന കാണുമ്പോൾ അവർക്ക് റിയലി അതൊരു വേക്കപ്പ് കോൾ ആയിരിക്കും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവരെ നമ്മൾ അനുവദിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവർ പോകുമോ എന്ന് പേടിച്ച്, മറക്കുമോ എന്ന് പേടിച്ച് വീണ്ടും നിങ്ങൾ അവരെ തെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരോട് നമ്മൾ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ബാഡ് കർമ്മയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളോട് നമ്മൾ സ്വയം അൺഫെയർ ആയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് അൾട്ടിമേറ്റ് ബാഡ് കർമ്മയാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾ എന്താ പറയണ, അവരുടെ തെറ്റ് തിരുത്തിയിട്ട് അവർക്ക് തിരിച്ചു വരാൻ, അവരുടെ തെറ്റുകൾ തിരുത്താനായിട്ട് നിങ്ങൾ തന്നെ അവർക്കൊരു അവസരം കൊടുക്കുക. തെറ്റുകൾ തിരുത്തി അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അവരെ സ്വീകരിക്കുക.